നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ എടുത്തി എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ ഞാൻ എടുത്തി അവിടെ വന്ന് കണ്ടോളാം. അല്ലാതെ ഈ മുറിക്കകത്ത് ഇനി വരുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഞാൻ ഇല്ലാത്ത നേരത്ത്. നീയും മാറണം. ഇതുവരെ ഈ കുടുംബം നശിപ്പിക്കാൻ നീ ചെയ്ത എല്ലാ പ്രവൃത്തികളും എനിക്കറിയാം. അതൊന്നും വിളിച്ചു പറഞ്ഞ് നിന്റെ ജീവിതം നശിപ്പിക്കാനോ ഈ കുടുംബത്തിലെ നിന്റെ സ്ഥാനം ഇല്ലാതാക്കാനോ ഒന്നും ഞാൻ വരില്ല. പകരം എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എല്ലാം അവസാനിപ്പിക്കുക. ഇനിയെങ്കിലും ഈ വീടിനും കുടുംബത്തിനും സ്വന്തം ഭർത്താവിനും വേണ്ടി ജീവിക്കാൻ നോക്ക്. കൊള്ളാം. നിന്നെ അവള് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ആ മിടുക്കിന് അവളെ അംഗീകരിച്ചേ പറ്റൂ. നീ കരുതുന്ന പോലൊന്നും അല്ല ഇവരാരും. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നവരല്ല ഇവര്. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? എന്റെ മനസ്സിലെ പകയും പ്രതികാരവും എല്ലാം ഞാൻ മറക്കണമെന്നോ? മറക്കണം. എന്നോ കഴിഞ്ഞു പോയതിന്റെയൊക്കെ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതൊന്നും ഇനി നമ്മൾ ആവർത്തിക്കരുത്. എല്ലാം ഇപ്പോ ഇവിടെ നിർത്തണം. ഇതെന്റെ അപേക്ഷയാ. നിനക്കപ്പ നിന്റെ ഭാര്യയോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടല്ലേ? എന്നെക്കാളേറെ. പഴയതൊന്നും ഇനി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറക്കാൻ എനിക്കും ആഗ്രഹമില്ല, പ്രത്യേകിച്ച് നിന്നെ പോലൊരു ചതിയനെ. നെല്ലിശ്ശേരിയിലെ മരുമകന്റെ സ്ഥാനം കിട്ടിയപ്പോ നീയെല്ലാം മറന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. നല്ലത്. എനിക്ക് വേണ്ടി നിനക്ക് ഇനിയും പലതും ചെയ്യേണ്ടി വരും. മതിയായില്ലേ നിനക്ക്? നിർത്തിക്കൂടെ നിനക്ക് ഈ ഭ്രാന്ത്? ഭ്രാന്ത് എന്റെ ഭ്രാന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ചൂടില് എല്ലാം ചുട്ടരിക്കും ഞാൻ. അവന്തികടത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ധനുഷിന് മാത്രമേ ചായ എടുത്തുള്ളൂ. എനിക്ക് ചായ വേണ്ട. ദാ ഇത് അർച്ചനടുത്തിട്ട ചായ ആണോ? അല്ല, ഇതെന്റെ ഭർത്താവിന് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടിട്ട ചായ. എന്താ, കൊള്ളില്ലേ? കൊള്ളാം. നിന്റെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ആ ചായയിലെ ഞാൻ ധനുഷിനോടുള്ള സ്നേഹവും കൂടെ ചേർത്തിട്ടുണ്ട്. അതാ ചായക്ക് ഇത്ര രുചി. അപ്പോ ഇതായിരിക്കും ഈ സ്നേഹത്തിന്റെ മധുരം എന്ന് പറയുന്നത് അല്ലേ? അതെ. ഏതായാലും ഇത് കൊള്ളാം. കൺഗ്രാറ്റ്സ്. ഇനി ചായ എടുക്കുമ്പോ ഇത്ര തന്നെ സ്നേഹം കൂട്ടിയെടുത്താ മതി. അല്ല, അവന്തികടത്ത് എന്തിനാ വന്നേ? അത് ഞാൻ ചോദിച്ചില്ലല്ലോ. വെറുതെ നിന്നോട് കുറച്ച് വർത്താനം പറയാന്ന് കരുതി. പക്ഷേ സമയം ശരിയായില്ല. പിന്നെ എടുത്തി എനിക്കെന്തെങ്കിലും ആവശ്യമുള്ളപ്പോ ഞാൻ എടുത്തി അവിടെ വന്ന് കണ്ടോളാം. അല്ലാതെ ഈ മുറിക്കകത്ത് ഇനി വരുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഞാൻ ഇല്ലാത്ത നേരത്ത്. ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ, അതുകൊണ്ടാ. അത് നീ ഏട്ടത്തിയോട് പറഞ്ഞാണെങ്കിലും ഞാൻ കേട്ടു. നല്ല ക്ലാസ് മറുപടിയാ നീ കൊടുത്തത്. ഏട്ടത്തിയോട് മാത്രമല്ല, ധനുഷിനോട് കൂടെ ചേർത്താ പറഞ്ഞ. കേട്ടല്ലോ? ഇവള് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. എന്റെ കാര്യം കഷ്ടത്തിലാവോ? സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാ. എന്ത് പായസം? അടപ്പായസമാണോ? ഇതൊന്നുമല്ല, അതുക്കും മേലെ. അപ്പൊ പിന്നെ നെയ് പായസമായിരിക്കും. നെയ്യൊക്കെ നല്ലതുപോലെ ചേർക്കണം, പക്ഷേ ഇത് നെയ് പായസം അല്ല. നീ ഒന്ന് ചുമ്മാ ഗസ് ചെയ്ത് നോക്ക്. നീ ഇത് നോക്ക്. ഇത്
ഇത് ശർക്കര കലക്കിയതെന്ന് മനസ്സിലായി, ഏലക്ക, ഉണക്കമുന്തിരി അത് മനസ്സിലായി, ഇത് അരി. പക്ഷെ അടച്ചു വെച്ചേക്കുന്ന എന്താ? അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അർച്ചനേട്ടത്തിന്റെ സ്പെഷ്യൽ റെസിപ്പിയാ. ഇത് ഗസ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. എന്താ പിടികിട്ടിയോ? ഇല്ല, ഞാൻ സുല്ലിട്ടു. സത്യം പറയട്ടെ, ഇത് എന്ത് പായസാ? സുല്ലിട്ട സ്ഥിതിക്ക് പറയാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ മധുരക്കിഴങ്ങ് പായസം. വേവിച്ച മധുരക്കിഴങ്ങ് തേങ്ങാപ്പാലിൽ അരച്ചെടുത്തതാ ഈ ഇരിക്കുന്നെ. മധുരക്കിഴങ്ങ് പായസോ? മധുരക്കിഴങ്ങ് കൊണ്ട് എങ്ങനെയാ പായസം ഉണ്ടാക്കുന്നേ? റെസിപ്പി ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള റെസിപ്പി ഉണ്ട്. പക്ഷെ ഇത് അർച്ചനേട്ടത്തിന്റെ സ്പെഷ്യൽ റെസിപ്പിയാ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സ്പെഷ്യൽ ഡേയ്സിലും ചേച്ചിയുടെ വക ഈ മധുരക്കിഴങ്ങ് പായസം ഉണ്ടാക്കും. സദ്യ കഴിഞ്ഞ് ഈ മധുരക്കിഴങ്ങ് പായസം ഒരു ഗ്ലാസ് കഴിച്ചാ മതി. ആഹാ, എന്ത് ടേസ്റ്റാന്നറിയോ? എന്നെ ഈ മധുരക്കിഴങ്ങ് പായസം വെക്കാൻ പഠിപ്പിക്കാവോ? എനിക്കും ഉണ്ടാക്കണം. ധനുഷിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാലോ. എന്നാ പിന്നെ ഇന്നത്തെ പായസം നിന്റെ കൈകൊണ്ട് നീ തന്നെ ഉണ്ടാക്കിക്കോ. എന്റെ പൊന്ന് ചേച്ചി, ഇവളിത് കൊളമാക്കുവേ. ആദ്യമായിട്ട് നിന്റെ കൈകൊണ്ട് ധനുഷിന് പായസം ഉണ്ടാക്കി കൊടുത്ത് അത് കഴിച്ചിട്ട് ധനുഷ് നിന്നെ ഡിവോഴ്സ് ചെയ്ത് ലൈഫ് ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളു മോളെ. അതിനിടയിൽ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കണോ? നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അർച്ചനടുത്തി എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നാ മതി, ഞാനിത് ഉണ്ടാക്കിക്കോളാം. എന്നെ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റൂന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ശരി, പറഞ്ഞുതരാം. നീ തന്നെ പായസം വെച്ചോ. ആദ്യം എന്തേണ്ടേ? അത് നീ ഒരു കാര്യം ചെയ്, തലയും കുത്തി നിക്ക്. ഒന്ന് പോവാതിരെ. സ്നേഹ, ഞാൻ പറഞ്ഞുതരാം, നീ അതുപോലെ ചെയ്താ മതി. അങ്ങനെ ഞാൻ മധുരക്കിഴങ്ങ് പായസം ഉണ്ടാക്കി. ഇതിപ്പോ തന്നെ ധനുഷിന് കൊണ്ട് കൊടുക്കാം. ഉടനെ കൊണ്ട് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപകടമൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക്, അല്ലേ? വെറുതെ കൊടുത്തിട്ട് പണി മേടിക്കണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നീ ഒന്ന് കഴിച്ചു നോക്ക്. ആഹാ, എന്തൊരു ടേസ്റ്റ്! ആണോ? ഒന്ന് നോക്കി. കൊള്ളാലോ ഏട്ടത്തി, എന്തൊരു ടേസ്റ്റ്! ഇത് അച്ചുചേച്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പൊ സംഭവം സക്സസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.